Now we are going to discussing the topic of free consent. എന്താണ് കൺസെന്റ്? അത് നമുക്ക് നോക്കാം എന്താണെന്ന്. കൺസെന്റ് മീൻസ് ഐഡന്റിറ്റി ഓഫ് മൈൻഡ്. Consent means identity of mind. The two or more persons are said to be consent when they agreed upon the same thing in the same sense. പാർട്ടീസിന്റെ കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഓഫ് മൈൻഡ് എന്നാണ് അർത്ഥം. അതായത് രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾ ചേർന്നുള്ളതാണ് ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുന്ന എല്ലാ പാർട്ടീസിനും ആ എഗ്രിമെന്റിൽ പറയുന്ന കാര്യങ്ങൾ എന്തുവാണെന്ന് ഒരേ രീതിയിൽ ഒരേപോലെ ഉൾപ്പെടുന്ന പാർട്ടീസ് മനസ്സിലാക്കിയിരിക്കുന്നു. അതിനെയാണ് കൺസെന്റ് എന്ന് പറയുന്നത്. കൺസെന്റ് ഈസ് ദ ഐഡന്റിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ദ സെയിം തിങ് ഇൻ ദ സെയിം മാനർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഫ്രീ കൺസെന്റ്. ഫ്രീ കൺസെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കൺസെന്റ് വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഫ്രീ വിൽ ഓഫ് ദ പാർട്ടീസ്. നമുക്ക് കിട്ടുന്ന കൺസെന്റ് എപ്പോഴും പാർട്ടീസിന്റെ അവരുടെ ഫ്രീ വില്ലായിരിക്കണം. ദാറ്റ് ഈസ് നോട്ട് ഫോഴ്സ്ഡ് ഓർ ഇൻഡ്യൂസ്ഡ്. ഒരിക്കലും ഒരു പാർട്ടീസിനെയും ഇൻഡ്യൂസ് ചെയ്യുകയോ അവരെ ബലപ്രയോഗിച്ചിട്ടോ ഒരിക്കലും അവരെ പ്രേരിപ്പിച്ചോ ആയിരിക്കരുത് അവരുടെ വില്ല് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫ്രീ കൺസെന്റ് എന്ന് പറയുന്നത്. ഇനി അവരുടെ ഫ്രീ കൺസെന്റ് എന്ന് പറയുന്നത് നോട്ട് ഫ്രീ ആണെങ്കിൽ ദാറ്റ് എഗ്രിമെന്റ് വിൽ ബി വോയിഡ്. ഓക്കെ, ഇനി ഫ്രീ കൺസെന്റിന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില് ഡെഫിനിഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 14 ഓഫ് ദ കോൺട്രാക്ട്, ദ കൺസെന്റ് ഈസ് സെഡ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ coercion, undue influence, fraud, mistake and misrepresentation. According to section 14 of the Contract Act പ്രകാരം ഫ്രീ കൺസെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 5 കാര്യങ്ങൾ ഉൾപ്പെടുന്നതാകാൻ പാടില്ല. ദാറ്റ്സ് നോട്ട് കോസ്ഡ് ബൈ ആ കാരണങ്ങൾ, ഈ പറയുന്ന 5 കാരണങ്ങളിലായിരിക്കരുത് ഫ്രീ കൺസെന്റ് കിട്ടേണ്ടുന്നത്. ഒന്നാമത്തെ കോയിഷൻ, രണ്ടാമത്തെ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ ആൻഡ് മിസ്റ്റേക്ക്. ഓക്കെ, ഇനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് കോയിഷൻ? കോയിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോഴ്സ്ഫുള്ളി കമ്പലിങ് എ പേഴ്സൺ ടു അനദർ. ഒരു പാർട്ടിയെ മറ്റൊരു പാർട്ടി ബലപ്രയോഗത്താൽ ഇറ്റ് മേ ബി അണ്ടർ എ ത്രെറ്റ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒക്കെ ഒരു പാർട്ടീസിന്റെ കൺസെന്റ് വാങ്ങിക്കുന്നതിനെയാണ് കോയിഷൻ എന്ന് പറയുന്നത്. കോയിഷൻ കംസ് അണ്ടർ ദ സെക്ഷൻ 15 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. Coercion means forcefully compelling a person to enter into a contract. The consent of the parties may be obtained by under a threat. Okay. Then next ഒരു term ആണ് duress എന്ന് പറയുന്നത്. ഡ്യൂറസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ കോയേഷന് പറയുന്ന പേരാണ് ഡ്യൂറസ്. ഇംഗ്ലണ്ടിൽ കോയേഷന് പറയുന്ന പേരാണ് ഡ്യൂറസ്. ഇനി ഇംഗ്ലണ്ടിൽ ഡ്യൂറസ് എങ്ങനെയാണെന്ന് വെച്ചാൽ it is also a threat or forcibly or induced by one person to another. Here one person threat by one person to another or his agent, or it may be his wife or his parents or his child. ഇംഗ്ലണ്ടില് ഡ്യൂറസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഭീഷണിപ്പെടുത്തുന്നത് എപ്പോഴും തൻ്റെ ഏജന്റിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരൻസ്, അദ്ദേഹത്തിന്റെ മക്കൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൈഫ്, അങ്ങനെ വരുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിക്കുന്നതിനെയാണ് ഡ്യൂറസ് എന്ന് പറയുന്നത്. അത് ഇംഗ്ലണ്ടിൽ പറയുന്നതാണ്. ഓക്കെ, ഇന്ത്യയിലാണ് നമ്മൾ കോയേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നോക്കിയേ, കോയേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡ്യൂറസിൽ സം കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പാർട്ടീസിന്റെ ഇടയിലുണ്ട്. അതേസമയം കോയേഷൻ എന്ന് പറയുന്നത്, കോയേഷനിൽ ത്രെറ്റ് ചെയ്യിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്ന യാതൊരു റിലേഷനും ഇല്ല. ഈ ഒരു സ്ട്രേഞ്ചർക്ക് പോലും വന്ന ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിക്കാനായിട്ട് പാർട്ടീസിനെ ഭീഷണിപ്പെടുത്താം. ഓക്കെ, അതാണ് കോയേഷനും ഡ്യൂറസും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. എനി പേഴ്സൺ ക്യാൻ ആക്ട് കോയേഷനിൽ.
ഓക്കെ, ഇനി രണ്ടാമത്തേതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഫസ്റ്റ് വൺ കോയിഷൻ, സെക്കൻഡ് വൺ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ സെക്ഷൻ 16 സബ്സെക്ഷൻ 1. ഇതിൽ പറയുന്നത് ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ സുപ്പീരിയർ പവർ ഉപയോഗിച്ചുകൊണ്ട് വീക്കർ പൊസിഷനിലിരിക്കുന്ന പാർട്ടീസിന്റെ കൺസെന്റ് വാങ്ങിക്കുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അൺഫെയർ യൂസ് ഓഫ് വൺ സുപ്പീരിയർ പവർ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ കൺസെന്റ് ഓഫ് എ പേഴ്സൺ ഹു ഈസ് എ വീക്കർ പൊസിഷൻ. ഇനി ഈ ഒരു കേസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആകണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഫസ്റ്റ് വൺ പാർട്ടി മസ്റ്റ് ബി ഇൻ പൊസിഷൻ ഓഫ് ഡോമിനേറ്റ്. അതിൽ ഒരു പാർട്ടിക്ക് ഡോമിനേറ്റ് പവർ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദാറ്റ് പാർട്ടി മസ്റ്റ് യൂസ് ഹിസ് സുപ്പീരിയർ പവർ. തേർഡ് വൺ, ദ ഡോമിനന്റ് പാർട്ടി മസ്റ്റ് ഹാവ് ഒബ്റ്റെയിൻഡ് ആൻ അൺഫെയർ അഡ്വാൻറ്റേജ് ഓവർ ദ വീക്കർ പാർട്ടി. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു കേസ് അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഉൾപ്പെടുന്നത്. ഇനി ഏതൊക്കെ റിലേഷൻഷിപ്പിൽ വരുന്നവരാണ് ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ വരുന്നത്? എന്തൊക്കെ തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഉൾപ്പെടുന്നത്? ഫസ്റ്റ് വൺ, അഡ്വക്കേറ്റ് ആൻഡ് ക്ലയന്റ്, ദെൻ ഡോക്ടർ ആൻഡ് പേഷ്യന്റ്, ആൻഡ് റിലീജിയസ് ഗുരു ആൻഡ് ഡിസിപ്പിൾ, പേരൻസ് ആൻഡ് ചൈൽഡ്, മാസ്റ്റർ ആൻഡ് സെർവന്റ്, എക്സെട്ര. ഓക്കെ, ഇങ്ങനെ ഉൾപ്പെടുന്ന പാർട്ടീസിന്റെ ഇടയിലാണ് സാധാരണയായിട്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. സുപ്പീരിയർ പവറിലിരിക്കുന്ന ഒരു വ്യക്തി വീക്കർ പൊസിഷനിലിരിക്കുന്ന വ്യക്തികളുടെ കൺസെന്റ് അവരുടെ ആ ഒരു സുപ്പീരിയർ പവർ ഉപയോഗിച്ച് വാങ്ങിക്കുന്നു. അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തേതാണ് ഫ്രോഡ്. ഫ്രോഡ് is come under the section 17 of the Indian Contract Act. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രോഡ് എന്ന് പറയുന്നത് it's an intentional, deliberate or willful misstatements of facts or active concealment of a fact by one having the knowledge or belief of the fact. ഒരു പാർട്ടി മനഃപൂർവമായിട്ട് തന്നെ ആക്റ്റീവ് കൺസീൽമെന്റ് മനഃപൂർവമായിട്ട് തന്നെ ആ ഒരു കോൺട്രാക്റ്റിലുള്ള അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെന്റിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയും റോങ് ആണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇന്റൻഷനലി മറ്റൊരു പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിക്കുന്നതാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. The most important requirements of a fraud is that misstatements of facts must be made by one party with the intention to deceive or cheat the other. അതായത് ഫ്രോഡിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനഃപൂർവമായിട്ട് ദ അതർ പാർട്ടിയെ ചീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചതിക്കണം, ഡിസീവ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു കോൺട്രാക്റ്റ്. ഫ്രോഡ് എന്ന് പറയുന്നത് ഇന്റൻഷണൽ മനഃപൂർവമായിട്ട് തന്നെ ഒരു ഫാക്റ്റ്, അതിൽ ഉൾപ്പെടുന്ന ഒരു ഫാക്റ്റിനെ മറച്ചു വെച്ചുകൊണ്ട് ദ അതർ പാർട്ടി ചീറ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്ട്സ് അല്ലെങ്കിൽ എഗ്രിമെന്റ്സ് ആണ് ഫ്രോഡിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ് മിസ്റെപ്രസെന്റേഷൻ. Misrepresentation is come under the section 18. Misrepresentation is an innocent misstatements of facts. Misrepresentation എന്ന് പറയുന്നത് ഒരു ഇന്നസെന്റ് മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഫാക്ട്സ് ആണ്. ഒരു വ്യക്തി അറിയുന്നില്ല അയാൾ ഈ ആ ഒരു എഗ്രിമെന്റിൽ പറയുന്ന കാര്യം തെറ്റാണെന്ന് ആ കോൺട്രാക്റ്റിൽ ഉൾപ്പെടുന്ന പാർട്ടീസ് അറിയുന്നില്ല. ആൻഡ് വിതൗട്ട് എനി ഇന്റൻഷൻ ടു ഡിസീവ് ദ അതർ പാർട്ടി, അതർ പാർട്ടിയെ ചതിക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും തന്നെ ആ ഒരു പാർട്ടിക്ക് ഇല്ല. അതും കൂടിയാണ് മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. It is an innocent misstatements of fact which are material for the contract. കോൺട്രാക്റ്റിന്റെ മെറ്റീരിയൽ ആയിട്ട് വരുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം തെറ്റാണെന്ന് ഒരു പാർട്ടി അറിയുന്നതേ ഇല്ല, അറിയാതെയാണ് മറ്റേ പാർട്ടിയുടെ അടുത്ത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിക്കുന്നത്. അതാണ് മിസ്റെപ്രസെന്റേഷൻ. നെക്സ്റ്റ് വൺ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻകറക്റ്റ് ബിലീവ് ഓഫ് സംതിങ്.
എന്തിനെങ്കിലും കുറിച്ചിട്ട് എന്തെങ്കിലും ചിലപ്പം അത് ഏതെങ്കിലും രീതിയിലുള്ള നിയമപരമായിട്ടുള്ള മിസ്റ്റേക്സ് ആയിരിക്കാം, ചിലപ്പം എന്തെങ്കിലും രീതിയിലുള്ള ഫാക്ട്സുകളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഫാക്റ്റുകളായിരിക്കാം. അതിനെയൊക്കെ കുറിച്ചിട്ട് ഇൻകറക്റ്റ് ബിലീഫാണ്. Then it may be defined as an innocent belief about something. It is in fact an incorrect belief which leads one party to misunderstand the other. ഒരു പാർട്ടി അത് അറിയുന്നില്ല, ഇൻകറക്റ്റ് ബിലീഫ് ആണെന്നുള്ളതും ആ വ്യക്തി അറിയാതെ തന്നെ മറ്റൊരു പാർട്ടിയെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിക്കുന്നു. അതാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ജനറലി this mistake takes place where the concerned parties are not fully aware of the terms of the agreement. സാധാരണയായിട്ട് മിസ്റ്റേക്ക് വരുന്നത് കോൺട്രാക്റ്റിൽ പറയുന്ന അല്ലെങ്കിൽ എഗ്രിമെന്റിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ആ പാർട്ടീസിനൊന്നും വളരെ നല്ല രീതിയിൽ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. ആ അറിവില്ലായ്മ അല്ലെങ്കിൽ ബോധവാന്മാരായിട്ട് അല്ലായിരിക്കാം, അതായിരിക്കാം മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. ഇനി മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 2 തരത്തിലാണ് മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്സ്, മിസ്റ്റേക്ക് ഓഫ് ലോ. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്സ് എന്ന് പറയുന്നത് അത് 2 തരത്തിലുണ്ട്. ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ട്, യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇനി മിസ്റ്റേക്ക് ഓഫ് ലോയിൽ മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ ഉണ്ട്, മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്സിൽ വരുന്ന കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നതിനെ കോമൺ മിസ്റ്റേക്ക് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഈസ് ഓൾസോ കോൾഡ് കോമൺ മിസ്റ്റേക്ക്. ഹിയർ ബോത്ത് ദ പാർട്ടീസ് ടു ആൻ എഗ്രിമെന്റ് ആർ കൺഫ്യൂസ്ഡ്. ബൈലാറ്ററൽ മിസ്റ്റേക്കിനകത്ത് 2 പാർട്ടീസും ആ എഗ്രിമെന്റിൽ പറയുന്ന കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡ് ആണ്. അതാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. നെക്സ്റ്റ് വൺ യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. യൂണിലാറ്ററൽ മിസ്റ്റേക്കിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രമേ എഗ്രിമെന്റിൽ പറയുന്ന കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൂ. അതാണ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. നെക്സ്റ്റ് വൺ മിസ്റ്റേക്ക് ഓഫ് ലോ. അതിൽ തന്നെ മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ ഉണ്ട്, മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ഉണ്ട്. മിസ്റ്റേക്ക് ഓഫ് ലോ ഓഫ് ദി ലാൻഡ് ഓർ ഇന്ത്യൻ ലോ എന്തുവാണെന്ന് നോക്കാം. മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് ദി ലോ ഓഫ് ദി ലാൻഡ് എന്ന് പറയുന്നത് ഇഗ്നോറൻസ് ഓഫ് ദി ലോ ഈസ് നോ എക്സ്ക്യൂസ്, ഇറ്റ്സ് എ റൂൾ ഓഫ് എ ലോ. അതായത് നമുക്ക് നിയമം അറിയില്ല എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും അതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. ഒരു രാജ്യത്തെ പൗരനാണെന്നുണ്ടെങ്കിൽ ആ പൗരൻ ഹി ഷുഡ് നോ ദ റൂൾസ്, ദ ലോസ് ഓഫ് ദാറ്റ് കൺട്രി. ഒരു രാജ്യത്ത് താമസിക്കുന്ന വ്യക്തികൾ ആ ഒരു രാജ്യത്തിന്റെ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റിസൺ അറിഞ്ഞിരിക്കണം. ആ ഓരോ പൗരന്മാരും അറിഞ്ഞിരിക്കണം അവരവരുടെ രാജ്യങ്ങളിലെ നിയമങ്ങളെ കുറിച്ചിട്ട് അവർ ബോധവാന്മാരായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ നോട്ട് ഗെറ്റ് എനി എക്സ്ക്യൂസസ് or he cannot get any relief on the ground that he had done a particular act in the ignorance of the law. നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് ഒരു വ്യക്തി ഒരു എഗ്രിമെന്റിൽ ഒരു കാര്യം ഒരു ഫാക്ട് കൊണ്ടുവന്ന് അത് നമ്മുടെ നിയമത്തിനെതിരാണ് എന്ന് ഈ വ്യക്തിക്ക് അറിയില്ല എന്ന് പറയുവാണെങ്കിൽ അങ്ങനെ ഒരു റിലീഫ് ആ വ്യക്തിക്ക് ഒരിക്കലും കിട്ടത്തില്ല. കാരണം നമ്മുടെ രാജ്യത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ നിയമപരമായിട്ടുള്ളത് എന്തൊക്കെയാണെന്നും എന്തെല്ലാം നിയമപരമല്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ഓരോ വ്യക്തികളും ഓരോ പൗരന്മാരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ കോൺട്രാക്റ്റിലോ എഗ്രിമെന്റിലോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ നിയമത്തിനെതിരായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിലീഫ് ഈ എഗ്രിമെന്റിൽ ഉൾപ്പെടുന്ന പാർട്ടീസിന് കിട്ടില്ല. അതാണ് ഒന്നാമത്തത് മിസ്റ്റേക്ക് ഓഫ് ദ ലോ ഓഫ് ദ ലാൻഡ് ഓർ ഇന്ത്യൻ ലോ. നെക്സ്റ്റ് രണ്ടാമത്തതാണ് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ എന്ന് പറയുന്നത് ഇപ്പം വിദേശ രാജ്യത്ത് നമ്മൾ ചെന്ന് താമസിക്കുകയാണ്. അപ്പം നമുക്ക് അവിടുത്തെ രാജ്യത്തെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയണമെന്നില്ല. ദ ഇഗ്നോറൻസ് ഓഫ് ദ ലോ ഈസ് നോ എക്സ്ക്യൂസ് എന്ന് പറയുന്ന ആ ഒരു റൂള് നമുക്ക് അവിടെ ബാധകമല്ല. അതുകൊണ്ട് തന്നെ because everyone is not presumed to have the knowledge of the foreign law. വിദേശ നിയമങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയാത്തത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടിയെന്നിരിക്കും. ഓക്കെ, ഇത്രയുമാണ് ഫ്രീ കൺസെന്റ് നോട്ട് കോസ്ഡ് ബൈ ദ ഫോളോയിങ്
ദ കൺസെന്റ് ഷുഡ് ബി കോസ്ഡ് ബൈ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് 5 കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്നാമത്തേതാണ് കൊയിഷൻ, രണ്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ് റെപ്രസെന്റേഷൻ, ഫ്രോഡ്, മിസ്റ്റേക്ക്. ഓക്കെ, താങ്ക് യു.